നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മനുവും ഗംഗാധരനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുപോയി ശിവശങ്കരൻ വരുന്നത്. പിന്നീട് ശിവശങ്കരനോട് ഗംഗാധരൻ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഹരിയെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഹരിയെ കണ്ടു. അത് മാത്രമല്ല വക്കീലിനെ കണ്ടിട്ടാ വരുന്നത്. ഇനിയിപ്പം ഹരിയെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവള് ഹരി ഉപദ്രവിച്ചിട്ടില്ലെന്നുള്ള മൊഴി കൊടുക്കണം. അല്ല, ആ പെൺകുട്ടി അത് കൊടുക്കുമോ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഗംഗേട്ട. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, എന്ത് പറ്റി ഗംഗേട്ടൻ പെട്ടെന്ന്? അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അല്ല, വൈജയും കമലയും കണ്ടില്ലേ ഗംഗേട്ടനെ? കണ്ടു. ഒരു വിധത്തില ഞാനും മനു അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോന്ന. ഞാൻ പിടികൊടുത്തില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന അലീന ബാലേന്ദ്രന്റെ മോളല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് വല്ലാത്തൊരു ഇതാണ്. ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നാന്ന് പറഞ്ഞു. ഈ സമയം ശിവശങ്കരൻ പറഞ്ഞു, അത് ശരിയാ, എന്നെ മനുവിനെ ശരിക്കും പൊരിച്ചെടുത്തെന്നേ ഉള്ളൂ. അതെ, ഗംഗേട്ടൻ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഗംഗാധരനെ കൂട്ടിക്കൊണ്ട് ശിവശങ്കരന് മുറിയിലേക്ക് പോയി കയറി കഥയൊക്കെ അടച്ചു. അതിനുശേഷം ചോദിച്ചു, എന്താ ഗംഗേട്ടൻ എന്താ പെട്ടെന്ന് വന്നത്? അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അതെ, ബാലേന്ദ്രൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാണാനോ? അതെ, ബാലേന്ദ്രൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാലിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചേ. സ്റ്റാലിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. വീട്ടു ഡ്രസ്സൊക്കെ മേടിച്ചോണ്ടാ ബാലേന്ദ്രൻ പോയത്. അതെന്തിനാ? ഒരു പക്ഷേ ഇനിയിപ്പോൾ അലീനയെ ബാലേന്ദ്രന് സ്റ്റാലിയുടെ അടുത്ത് എത്തിക്കാനൊന്നും അറിയില്ല. ഇത് കേട്ടതും ശിവശങ്കരൻ പറഞ്ഞു, അല്ല, അതൊരു നല്ല കാര്യമാണല്ലോ. അങ്ങനെ എത്തിക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ അവളുടെ കാര്യത്തിൽ നമ്മൾ പേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ശിവ, അങ്ങനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്താ ഗംഗേട്ട? ഒരു പ്രശ്നമല്ല, 2-3 പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അലീനയെ കൊണ്ട് എത്തിക്കുവാണെങ്കിൽ സ്റ്റാലിൻ പിന്നെ വൈജയെ അന്വേഷിച്ച് വരും. വൈജയ എവിടെയെന്നൊരു ചോദ്യം ഉണ്ടാവും. അത് മാത്രമല്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വൈജയന്തി കാര്യങ്ങളൊക്കെ അറിയില്ലേ? അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്റ്റാലിക്ക് ഒരു കുടുംബം കാണത്തില്ലേ? സ്റ്റാലിയുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകത്തില്ലേ? അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അതൊന്നും പിന്നെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലോ. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതെ, അതോടൊപ്പം തന്നെ പിന്നെ അറിയാലോ, വൈജയന്തി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന സ്റ്റാലിൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അലീന എവിടെ വെച്ചുണ്ടായി, എങ്ങനെയുണ്ടായി, പിന്നെ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും. അയാൾ അടങ്ങിയിരിക്കില്ല. അയാൾ വേണമെങ്കിൽ പോയി കേസ് ഫയൽ ചെയ്യും. അയാൾക്ക് വേറൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴാണ് ടെൻഷന്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു, അപ്പം ഇനി എന്ത് ചെയ്യും ഗംഗേട്ട? അതാ ഞാൻ ആലോചിക്കണേ, എന്ത് ചെയ്യുമെന്ന്. ഒരു പക്ഷേ ബാലേന്ദ്രൻ അയാളെ പോയി കാണാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കണം. ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെ പോയി കാണാതിരിക്കണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്ത്? അലീനെ വീട് വിട്ട് പോവാതിരിക്കണം. അല്ല, അത് നടക്കുന്ന കാര്യമാണോ? അതെ, അലീനെ അവിടുന്ന് പോയാലോ വൈജ അവിടേക്ക് കയറുള്ളൂന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗംഗാധർ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ഞാൻ ചെന്നിട്ട് വൈജയുടെ കാരണം തീർത്ത് നാളെ അങ്ങോട്ട് പൊട്ടിക്കട്ടെ. നമ്മൾ രണ്ടുപേരും 2 വഴിക്കൊന്നും കൊടുക്കാം. ഒടുവിൽ ഇറങ്ങിപ്പോടി, നിന്റെ സ്വന്തം കുടുംബത്തിലേക്ക് പോടിയെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടാലോ? വൈജിയല്ലേ ഗംഗേട്ട, അവൾ നേരെ വാടക വീട് എടുത്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അവൾ അനുസരിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ ഏക മാർഗം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പോയി അവളോട് സംസാരിച്ച് നോക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗംഗേട്ടൻ ഒരു കൈപ്പാട് അകലെ മാറി നിന്നോണം. ഗംഗേട്ടന് ദേഷ്യം വന്നാൽ ഗംഗേട്ടൻ പെട്ടെന്ന് അവളുടെ കർണത്തടിച്ച് കളയും. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് 2 പേരും കൂടെ വൈജയന്തിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ വൈജയുടെ അടുത്തേക്ക് അവർ 2 പേരും കൂടെ വരുന്ന സമയത്ത് വൈജ ഗംഗേട്ടനോന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് മനസ്സിലായി, ഈ വരവിൻ്റെ ഉദ്ദേശം അതാന്ന്. ഈ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, അതെ, ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഗംഗേട്ടനും കൂടെ വന്നേ. അതെനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ഗംഗേട്ടൻ ഇത്ര കിലോമീറ്റർ 100-300 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാധരൻ ചോദിച്ചു, ഓഹോ, അതിനുള്ള ബോധം ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെയൊക്കെ വിചാരം എനിക്ക് ബുദ്ധിയും ബോധമില്ല, നിങ്ങൾക്ക് മാത്രം ബുദ്ധിയും ബോധമുള്ളൂ, ഞാൻ വെറും മന്ദബുദ്ധിയാന്നാ. അതെനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല ഗംഗേട്ട. ഈ സമയത്ത് ഗംഗാധരൻ ചോദിച്ചു, നീ എന്താ നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാത്തെ? കുടുംബമോ? ഏത് കുടുംബം? അല്ല, കടപ്പാട്ടെടുക്കോ? ഓ, അതൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് എന്നെ അടിയൊരു കുഴപ്പം. അവിടെ അമ്മയുണ്ടോ? എടി, അമ്മയായ നീ ഇങ്ങോട്ടേക്ക് വന്ന ആരുടെ കുഴപ്പം കൊണ്ടാ? നിനക്ക് അവിടെ പോയി നിൽക്കാൻ പാടില്ലായിരുന്നോ? പിന്നെ എൻ്റെ മക്കൾക്ക് പോലെ എന്നെ വേണ്ടിപ്പം. എടി, നിന്റെ മക്കൾക്ക് വേണ്ടതാക്കിയത് ആരാ? നീ തന്നെയല്ലേ. പിന്നെ അവർക്കിപ്പോൾ വേണ്ടത് ഒരു വേലക്കാരിനെയാണ്. ആ വേലക്കാരിയോടൊപ്പം ചുറ്റിയടിക്കുമല്ലേ. അവരുടെ അച്ഛനെല്ലാം സ്വാതന്ത്ര്യം കൊടുത്തു വിട്ടിരിക്കുമല്ലേ. ഒരു വേലക്കാരി മറ്റൊരു വേലക്കാരുടെ വീട്ടിലേക്ക് ഇതേ മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ?
ഗംഗേട്ട അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, ദേ വേലക്കാരി എന്നുള്ള നിന്റെ ഈ ഭാഷ്യം അത് മര്യാദയ്ക്ക് നിർത്തിക്കണം. പിന്നെന്താ, ഞാൻ തൂപ്പുകാരി എന്ന് പറയണോ? ഇനി അവളെ വേണം ഞാൻ തൂപ്പുകാരി എന്ന് വിളിക്കാം. ദേ വൈജയ്, നീ കുറച്ച് കൂടുന്നുണ്ട്. അതെ, ഒട്ടും കൂടുന്നൊന്നുമില്ല, ഇത്തിരി കുറവാണെങ്കിലേ ഉള്ളൂ. അവൾ ആ വീട് വിട്ടു പോവാതെ ഞാൻ അങ്ങോട്ടേക്ക് പോവത്തില്ല. അതിനുവേണ്ടി എൻ്റെ ആങ്ങളമാർ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നോട് വന്ന് സംസാരിക്കണ്ട. എനിക്കറിയാമായിരുന്നു രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പം അതിന് വേണ്ടിയിട്ടാണ്. അവൾ ഒറ്റയൊരുത്തി എൻ്റെ ജീവൻ നശിപ്പിച്ച. എടി, നീ ഇങ്ങനൊന്നും പറയരുത് വൈജയ്. ദേ അവൾ എൻ്റെ മക്കളെ തട്ടിയെടുത്തു. ഗംഗാധരൻ പറഞ്ഞു, എടി മക്കളെ എങ്ങനെ തട്ടിയെടുത്തെന്നാ? അവള് ഉണ്ടല്ലോ, ആ അലീനയെന്ന് പറയുന്നവള് കുറച്ച് സ്നേഹവും കൈയും കാലും ഒക്കെ കാണിച്ചങ്ങോട്ട് മയക്കിയെടുത്തു. അല്ലെങ്കിലും പണ്ടും ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ മയക്കെടുക്കാൻ അതിവിദഗ്ധരായ പെണ്ണുങ്ങൾ. അതുപോലത്തെ ഒരു പെണ്ണ അവള്. ബാലേന്ദ്രൻ്റെ മകളല്ലെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അറിയുന്നേ. എന്നിട്ടും അവൾ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? അവള് സർഗലതും കൈക്കലാക്കാൻ വന്നിരിക്കുന്ന. അവൾ ആ വീട് വിട്ടു പോകാതെ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഗംഗാധരൻ പറഞ്ഞു, വൈജയ്, അങ്ങനെ ഒരു തീരുമാനം നീ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ശരിക്കും വിഷമിക്കും. ഞാൻ വിഷമിക്കാനോ? ഞാനൊരു കാരണവശാലും വിഷമിക്കില്ല. എടി, നീ അങ്ങോട്ടേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ പ്രശ്നമാകും. പിന്നെ അത് ഗംഗേണ്ട വെറും തോന്നൽ മാത്രമാ. അവൾ അവിടുന്ന് പോകാതെ ഞാൻ പോകത്തില്ല. അവൾ ആ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നു പോകും. പിന്നെ ഒരു 2-3 മാസത്തിൽ കൂടുതൽ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. വേണ്ട, ഞാൻ അവിടെ നിന്ന് ഇറക്കിക്കോളാം. പക്ഷേ എന്നാലും അവൾ അവിടുന്ന് പോകാതെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, ഗംഗേട്ട പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാ, ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഗംഗാധരനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയത്ത് പാലാരിവട്ടത്തെ വീട്ടിൽ ഭയങ്കര ക്യാൻസ് കളിയിലായിരുന്നു രോഹിത്തും കൃഷ്ണയും ബബിതയും എല്ലാവരും കൂടെ ചേർന്നിട്ട്. പക്ഷേങ്കിൽ രോഹിത്തും ഈ പറയുന്ന മാമച്ചനും ഒരു കക്ഷിയാണ്. ബാക്കി കൃഷ്ണയും ബബിതയും അവരൊക്കെ ഒരു കക്ഷിയാണ്. രേവതിക്കുട്ടിയൊക്കെ ക്യാരൻസ് കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം തോറ്റ നിലയിലാണ് രോഹിത്തൊക്കെ. പക്ഷേ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒടുവിൽ രോഹത്തിന് ടേണെത്തി. രോഹത്തിനോട് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രോഹത്ത് അടിക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് ഭവിത പറഞ്ഞു, എത്ര സമയമായി രോഹിയായിട്ട് എങ്ങനെ ഇരിക്കുന്നേ? അടിക്ക. ഇടി, ഞാൻ ഉന്നമൊക്കെ നോക്കണ്ടേ? പിന്നെ വലിയൊരു ഉന്നം നോക്കുന്ന ആള്. എന്നിട്ടോ എന്തെങ്കിലും ഉന്നം നോക്കി അടിച്ചിട്ടോന്ന് ചോദിച്ചു. പിന്നെ അത് ഇത്തിരി സമയം പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, എന്താ അങ്കിളേത്? അങ്കിളൊന്ന് പറ, അടിക്കാനായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്നല്ല പറയണേ, ഇത്തിരി സമയം കൊടുക്കുക, ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എപ്പാ ജയിച്ചെന്ന് ചോദിച്ചാൽ മതി. വീണ്ടും രോഹിത്ത് കുറേ സമയം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. കൃഷ്ണമോൾ പറഞ്ഞു, രോഹിത്തേണ്ട ഒരു കാര്യം ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഉടനെ രോഹിത്ത് ഒന്ന് അടിച്ചു. പക്ഷേങ്കിൽ കോയിൻ അധികം നീങ്ങിയൊന്നുമില്ല, ചെറുതായിട്ടൊന്നും നീങ്ങിയതുള്ളൂ. അത് കണ്ടപ്പോഴത്തേനും ബബിതയും രേവതിക്കുട്ടി എല്ലാവരും കൂടെ ചിരിക്കും വേണം. ഇതിന് വേണ്ടിയിട്ടാണോ ഇത്ര സമയം എടുത്തതെന്ന് ചോദിച്ചു. രോഹിത്ത് പറഞ്ഞു, അതെ, ഞാൻ എന്താണെങ്കിലും കളി തോറ്റിട്ടൊന്നുമില്ല, അത് ഞാൻ അടിച്ചതൊന്നും അല്ല, ഇനി എനിക്ക് ഒരു ചാൻസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതിക്കുട്ടി മാമച്ചനോട് പറഞ്ഞു, ഇതെന്താ അങ്കിളെ ഇത്? അങ്കിളുടെ കക്ഷിയാണല്ലോ, അങ്കിളിനൊന്നും പറയാനില്ലേ? ഞാനിപ്പോൾ എന്ത് പറയാനായിട്ടാ? ദേ മാർഗമല്ല ലക്ഷ്യമല്ലേ ഇവിടെ പ്രധാനം എന്ന് ചോദിച്ചു. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ. ആ സമയത്താണ് അലീനയും ഗ്രേസമ്മയും കൂടെ അങ്ങോട്ട് വന്നേ. അലീന എല്ലാവർക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് വന്നു. അതെ, ഇനി കളിയൊക്കെ മതിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ജ്യൂസൊക്കെ അവർക്ക് കൊടുക്കുകയാണ്. സമയം എത്രയെന്ന വിചാരം. അലീന പറഞ്ഞു, അത് ശരിയാ, നാളെ പോവേണ്ടതല്ലേ, അപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമുണ്ടോ? നാളെ പോവാനോ? പെട്ടെന്ന് കൃഷ്ണമോളുടെ രേവതിക്കുട്ടിയുടെ എല്ലാവരുടെയും മുഖമൊക്കെയാണ് മാറി, രോഹത്തിൻ്റെ ഒക്കെ. അതെ. ആ സമയത്ത് കൃഷ്ണമോൾ ചോദിച്ചു, നാളെ പോകണമെന്ന് ചോദിച്ചു. പിന്നെ പോവാതെ നാളെ പോകാതിരിക്കാൻ പറ്റുമോ? ബബിത പറഞ്ഞു, അത് പിന്നെ അലീന ചേച്ചി നാളെ. ഈ സമയത്ത് രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമുണ്ട്. രേവതിക്കുട്ടിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, നിനക്കെന്തായാലും നിനക്കൊന്നും പറയാനില്ലേ? അല്ല, ഭൂരിപക്ഷം എന്താണോ അതിനോടൊപ്പം ഞാൻ നിൽക്കും, അല്ല അതിപ്പം ഞാൻ എന്ത് പറയാനാന്ന് ചോദിച്ചു. ആ സമയം രോഹിത്ത് പറഞ്ഞു, അലീന ചേച്ചി പറയുന്നത് എന്താണോ അതുപോലെ തന്നെ അനുസരിക്കും, അല്ലാതെ ഇപ്പം എന്താവാനാന്ന് ചോദിച്ചു. ശരി ശരി, എങ്കിലെല്ലാവരും പോയി കിടക്കാൻ നോക്ക്, രാവിലെ എഴുന്നേക്കണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ അലീന അങ്ങോട്ട് പോകാൻ തിരിയുമ്പോഴത്തേനും രേവതിക്കുട്ടി വിളിച്ചു, അലീന ചേച്ചി, ചിന്നുമോളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ചിന്നുമോളെ സ്പോൺസർ ചെയ്യുന്ന കാര്യം. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അല്ല, അവളെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലോ, പിന്നെ നമ്മളെ കൂടെ തന്നെ പറ്റുന്ന കാര്യമല്ലോ. അല്ല, അങ്കിളും ആൻറ്റിയൊക്കെ നമ്മളോടൊപ്പം ചേരുമെന്ന് പറഞ്ഞില്ലേ? ഗ്രേസം പറഞ്ഞു, മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് നൂലാമാലകൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ, ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. രേവതിക്കുട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അലീന ചേച്ചി ആ മദറിനെ വിളിച്ചിട്ട് പറ, ആ ഊർമിളാദേവിയോട് വരണ്ടാന്ന് പറ, ചിന്നുമോളെ ദത്തെടുക്കാനായിട്ട്, ചിറ്റുമോളെ കൊടുത്തു വിടണ്ടാന്ന് പറ.
അലീന പറഞ്ഞു അതൊക്കെ ഞാൻ പറയാം, നമുക്ക് നോക്കാം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ നോക്കാന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് നീ ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ മുഖം കൂടെ മാറിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ രേവതിക്കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു ശരി ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ജ്യൂസൊക്കെ ഇത്തിരി മാത്രമോ ബബിതയും കൃഷ്ണ രോഹിത്തോ കുടിച്ചുള്ളൂ. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസം പറഞ്ഞു പാവം കുട്ടികൾ, അവർക്ക് നല്ല വിഷമമുണ്ട് ഇവിടുന്ന് പോകുന്നതിൽ. അലീന പറഞ്ഞു അത് ശരിയാ, എങ്ങനെ വിഷമം ഇല്ലാതിരിക്കും. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും എല്ലാം അതിനകത്തെല്ലാം പെട്ട് അവരുടെ ഉള്ള സ്വസ്ഥത സമാധാനം പോയി കിടക്കുമായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരാകെ മാറിപ്പോയി. കാരണം അവർക്ക് സന്തോഷം എന്താണെന്നൊക്കെ ഇവിടെ വന്നതിന് ശേഷം അവർ ശരിക്കും അറിയുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുറക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. മാമച്ചൻ പറഞ്ഞു എങ്കിൽ പിന്നെ അവരിവിടെ നിൽക്കട്ടെ പെയിൻ ഗസ്റ്റായിട്ട്, നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ അടിച്ചു പൊളിക്കാന്നേ. അലീന പറഞ്ഞു അതൊന്നും ശരിയാകത്തില്ല അങ്കിളെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അലീൻ്റെ രേവതിക്കുട്ടിയും കൂടെ കിടക്കാനും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മാമച്ചനും ഗ്രേസമ്മയ്ക്കും ഭയങ്കര വിഷമമായി. എല്ലാവരും കൂടെ പോയി കഴിയുമ്പോഴത്തേനും വീട് ഉറങ്ങിപ്പോയല്ലോ എന്നൊരു ചിന്തകളൊക്കെ അവരുടെ മനസ്സിലുണ്ടായി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.